കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും വിവിധ തരത്തിലുള്ള കല്ലുകളാണ് കാണപ്പെടുന്നത്. കൂടുതൽ നമ്മളോട് വിശദീകരിക്കുന്നത് ജിയോളജിസ്റ്റായ കൃഷ്ണേന്ദു സാറാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കല്ലുകളാണ് ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പൊതുവിൽ ഇവയെ മാർക്കറ്റിൽ ഗ്രാനൈറ്റ് എന്ന് അറിയപ്പെടുന്നുവെങ്കിലും അവ ഫോം ചെയ്യുന്ന കണ്ടീഷൻ അനുസരിച്ചും അവയുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മിനറൽസ് അനുസരിച്ചും പല ഫാമിലിയിൽ പെടുന്നു. അതിനനുസരിച്ച് തന്നെയാണ് അവയുടെ ഉപയോഗവും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ചാണകേറ്റ് ഉണ്ട്, ഗ്രാനൈറ്റിൻ്റെ എല്ലാം പല ടൈപ്പ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രത്യേകതയായ തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ചൈന ക്ലേയുടെ സാമ്പിളുണ്ട്. പിന്നെ കൊല്ലത്ത് കാണുന്ന ബോക്സൈറ്റിൻ്റെ സാമ്പിളുണ്ട്. ഈ ബോക്സൈറ്റ് ആണെങ്കിൽ അത് അലുമിനിയത്തിൻ്റെ അയിരാണ്, അതേസമയം തന്നെ സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് ഉപയോഗപ്പെടുന്നതാണ്. ചൈന ക്ലേ പലവിധ മേഖലകളിൽ ഉപയോഗപ്പെടുന്നുണ്ട്. പേപ്പർ ഇൻഡസ്ട്രി, നമ്മളെ പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ്, അതുകൊണ്ട് കോസ്മെറ്റിക് ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു കാലത്ത് തന്നെ ഈ ഡൈമെൻഷൻ സ്റ്റോൺ ആയിരുന്നു വെച്ചാൽ വലിയ ബ്ലോക്കായി കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് നമ്മുടെ സ്റ്റോൺസ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് കാശ്മീരി വൈറ്റ് എന്നും ട്രോപ്പിക്കൽ ഗ്രീൻ എന്നും ഒക്കെ മാർക്കറ്റിൽ അടയാളപ്പെടുത്തിയിരുന്നു. അവയുടെ സാമ്പിളുകളാണ് ഈ പോളിഷ് രൂപത്തിൽ കാണുന്നത്. ഒപ്പം തന്നെ ചേർത്തല ഭാഗത്ത് കാണപ്പെടുന്ന സിലിക്ക സാൻഡ്, പിന്നെ മൈക്കയുടെ സാമ്പിൾ എല്ലാമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.